കൊല്ലം താലൂക്ക് NSS കരയോഗ യൂണിയന്റെ നേതൃത്വത്തിൽ തൃക്കോവിൽവട്ടം മേഖലാ സമ്മേളനവും സ്കോളർഷിപ്പ് വിതരണവും നടത്തി. മേഖലയുടെ ശക്തി വിളിച്ചോതുന്ന റാലിയോടുകൂടിയാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. ഓരോ കരയോഗ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും ഏൽപ്പിച്ച മുത്തുപിടുകൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കൂളിന് എതിർവശത്തായി പാർക്ക് ചെയ്യുന്ന അനൗൺസ്മെന്റ് വാഹനത്തിൽ എത്തിക്കണമെന്ന് അറിയിക്കുന്നു. തുടർന്ന് നടന്ന സമ്മേളനവും സ്കോളർഷിപ്പ് വിതരണവും ഗതാഗത വകുപ്പ് മന്ത്രിയും NSS ഡയറക്ടർ ബോർഡ് മെമ്പറുമായ KB ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മേഖല NSS നായർ സർവീസ് സൊസൈറ്റിയുടെ മേഖലാ സമ്മേളനം, ഈ മഹാസമ്മേളനം സംഘടിപ്പിക്കാൻ കഴിഞ്ഞ വാരങ്ങളായി മാസങ്ങളായി കഠിനാധ്വാനം ചെയ്യുകയും ആത്മസമർപ്പണം ചെയ്തുകൊണ്ട് ഇത്രയും വലിയൊരു മഹാസമ്മേളനം ഈ സരസ്വതി ദേവാലയത്തിൻ്റെ ഉള്ളിൽ സംഘടിപ്പിച്ച മുഴുവൻ സംഘാടകരെയും ആദ്യം തന്നെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നായർ സർവീസ് സൊസൈറ്റിയിൽ എൻ്റെ സ്വന്തം അഭിനന്ദിക്കുന്നു. ഈ കരുത്തുറ്റ കൂട്ടായ്മ കാട്ടിക്കൊടുക്കേണ്ടത് ഓരോ സമുദായ അംഗത്തിൻ്റെയും ചുമതലയാണ്. ഇനിയുള്ള നാളുകളിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഈ മേഖലയിൽ ഇത്ര മനോഹരമായ ഒരു ശക്തി പ്രകടനവും ആ ശോഭയാത്രയോടെ വന്ന് ഇവിടെ എത്തി ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുത്തു പോകുമ്പോൾ ഈ നാട്ടിലെ ഇതര സമുദായക്കാരായ മറ്റ് വ്യക്തികളും സമുദായങ്ങളും നിങ്ങളോട് കാണിക്കുന്ന ആദരവ് ഇവിടെ വെച്ച് മാറി മറിയാൻ പോവുകയാണ്. കാരണം ഇത്രയും സംഘടനാശക്തിയുള്ള, ഇത്രയും കൂട്ടായ്മയുള്ള ഒരു സമുദായമാണ് നായർ സമുദായമെന്ന് ഇതര സമുദായങ്ങൾക്ക് വളരെ അഭിമാനത്തോടെ കൊടുക്കാൻ കഴിയും. അവരാരും നമ്മളെ അസൂയയോടെയല്ല നോക്കുന്നത്. അവർ പറയും, നായർ സമുദായത്തിൽ അംഗങ്ങൾ ഒറ്റക്കെട്ടായി സമ്മേളനം സംഘടിപ്പിച്ചു. അവരുടെ കൂട്ടായ്മയെ ഓർത്ത് മറ്റുള്ളവർ പോലും സന്തോഷിക്കുന്ന ഒരു സാഹചര്യമാണ് ഒരു മേഖലാ സമ്മേളനത്തോട് നമ്മൾ സൃഷ്ടിക്കുന്നത്. കൊല്ലം താലൂക്ക് എന്ന് പറയുന്നത് വിശാലമായ ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിൽ നിറഞ്ഞു കിടക്കുന്ന ഒരു മേഖല എന്ന നിലയിൽ കരയോഗങ്ങളുടെ പ്രവർത്തനങ്ങൾ വളരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു മേഖലയാണ് കൊല്ലം യൂണിയൻ എന്ന് പറയുന്നത്. കൊല്ലം യൂണിയനിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട NSSന്റെ ജനറൽ സെക്രട്ടറി ശ്രീ D. സുകുമാരൻ സാറിന്റെ നേതൃത്വത്തിൽ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നടക്കുന്ന ഒരു യൂണിയൻ എന്ന നിലയിൽ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അദ്ദേഹം നേരിട്ട് നിയോഗിച്ച അഡ്ഹോക് കമ്മിറ്റിയാണ് ഇന്ന് കൊല്ലം യൂണിയനെ നയിക്കുന്നത്. അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാം. പക്ഷെ നായർ സർവീസ് സൊസൈറ്റി മന്നത്ത് ആചാര്യന്റെ കാലം മുതൽ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മുദ്രാവാക്യമാണ് സത്യസന്ധത, സ്നേഹം, ഐക്യം, നന്മ, അഴിമതി വിഹിതമായ ഒരു നായർ സർവീസ് സൊസൈറ്റി. ലോകത്ത് ആര് തന്നെ എന്ത് പറഞ്ഞാലും അതിനെ എതിർത്ത് പറയാൻ, സമുദായത്തിന് വേണ്ടി സംസാരിക്കാൻ നമ്മുടെ ജനറൽ സെക്രട്ടറിക്ക് കഴിയുന്നുണ്ട് എങ്കിൽ പലപ്പോഴും തോന്നുന്നു അദ്ദേഹം വളരെ അർത്ഥമുറിച്ചതുപോലെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് മന്നത്ത് ആചാര്യൻ തുടങ്ങി വെച്ച ആ സത്യസന്ധത, അഴിമതി വിഹിതമായ NSSന്റെ മുന്നോട്ടുള്ള യാത്രയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന ജനറൽ സെക്രട്ടറി തൻ്റെ കൈകൾ ശുദ്ധമായതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആരോടും തന്നെ വെട്ടിമുറിച്ച് കാര്യങ്ങൾ പറയുന്നത്. അത് പറയാൻ ഒരാൾക്ക് ജീവിതത്തിൽ സത്യം വിളിച്ചു പറയാൻ കഴിയണമെന്ന്, അല്ലെങ്കിൽ എന്തിനേയും നേരിടാൻ കരുത്ത് നൽകണമെങ്കിൽ അയാൾക്ക് വേണ്ടത് സത്യസന്ധതയാണ് എന്ന് ഈ സമുദായത്തെയും ഈ രാജ്യത്തെയും ബോധ്യപ്പെടുത്തിയ ആളാണ് മന്നത്ത് ആചാര്യൻ. അദ്ദേഹത്തിൻ്റെ നിഴലായി നിന്ന് വളർന്നു വന്ന നമ്മുടെ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തെ മാതൃകയാണ്. എപ്പോഴും പറയും, ദൈവത്തെ പറ്റി പറഞ്ഞാലും അദ്ദേഹം പറയും, മന്നത്ത് ആചാര്യൻ ദൈവത്തിനേക്കാൾ പറയും, ദൈവത്തെ പോലെ അല്ലെങ്കിൽ ദൈവതുല്യനായി നായർ സർവീസ് സൊസൈറ്റിയെ ഇന്നും നയിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് നമ്മുടെ ജനറൽ സെക്രട്ടറി. അദ്ദേഹത്തോടൊപ്പം യൂണിയൻ അഡ്ഹോക് കമ്മിറ്റി ചെയർമാൻ ആദിക്കാട് ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ കല്ലട വിജയൻ, PR ശശിധരൻ നായർ, അഡ്വക്കേറ്റ് വേണു J. പിള്ള, NSS വനിതാ യൂണിയൻ പ്രസിഡന്റ് ശ്രീകുമാരി നാരായണൻ നായർ, സ്വാഗത സംഘം കൺവീനർ സജി രാമചന്ദ്രൻ പിള്ള തുടങ്ങിയവർ സംസാരിച്ചു. യൂണിയൻ സെക്രട്ടറി KG ജീവൻകുമാർ സ്വാഗതവും പബ്ലിസിറ്റി കൺവീനർ ഷിബുലാൽ കൃതജ്ഞതയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള പ്രൈം ടുഡേ.